എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. രാജ്യത്ത് പാചകവാതക വിലയിൽ വ്യത്യാസം വന്നിരിക്കുകയാണ്. വില കുറച്ചിരിക്കുകയാണ്. പക്ഷേ യുദ്ധം തീർന്ന സാഹചര്യത്തിൽ വലിയ കുറവ് വരും എന്ന് പ്രതീക്ഷിച്ചത് ഇല്ലാതെ ചെറിയ കുറവ് മാത്രമാണ് വരുത്തിയിട്ടുള്ളത്. ഇത് ഉൾപ്പെടെ ജൂലൈ മാസത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാസ് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഹോർമോസ് കടലിടുക്ക് തുറക്കുകയും യുദ്ധഭീതി ഒഴിഞ്ഞതിനെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണ വില കുത്തനെ താഴ്ന്നിട്ടും നമ്മുടെ രാജ്യത്ത് ഗ്യാസ് സിലിണ്ടർ വിലയിൽ കാര്യമായിട്ടുള്ള കുറവുണ്ടായില്ല. വാണിജ്യ സിലിണ്ടറിന് 1500 രൂപയാണ് യുദ്ധ സാഹചര്യത്തിൽ കൂട്ടിയത്. വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് 100 രൂപയിലധികം വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ യുദ്ധഭീതി ഒഴിയുമ്പോഴും വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തയ്യാറായിട്ടില്ല. വാണിജ്യ സിലിണ്ടറിന് കേവലം 183 രൂപ 50 പൈസ മാത്രമാണ് കുറച്ചിട്ടുള്ളത്. 3113 രൂപയുണ്ടായിരുന്നത് 2930 എന്ന ശരാശരി വിലയിലേക്ക് പല പട്ടണങ്ങളിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ ഒരു രീതിയിലേക്ക് വാണിജ്യ സിലിണ്ടറിന്റെ വില കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇത് ചെറുകിട കച്ചവടക്കാർക്കും ഹോട്ടലുകാർക്കും വലിയ തിരിച്ചടി തന്നെയാണ്. 1000 രൂപയോളം കുറയും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു. 500നും 1000നും ഇടയിലായിട്ട് പാചകവാതകത്തിന് വില കുറയും എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത്. പക്ഷേ എണ്ണ കമ്പനികൾ കുറച്ചിട്ടുള്ളത് കേവലം 183 രൂപ 50 പൈസയാണ്. വളരെ ദയനീയമായിട്ടുള്ള, വളരെ ക്രൂരമായിട്ടുള്ള നടപടിയാണ് ഈ ഒരു സാഹചര്യത്തിനും ഉള്ളത്. ആഗോള വിപണിയിൽ പകുതിയോളം വില കുറഞ്ഞ സാഹചര്യത്തിലാണ് ഈ ഒരു ഇടപാട് എന്നുള്ളത് ഓർക്കേണ്ടതാണ്. അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല. സബ്സിഡി സിലിണ്ടർ 4 വെട്ടിച്ചുരുക്കിയിരുന്നു. അതിൽ മാറ്റവും വന്നിട്ടില്ല. നിലവിൽ യുദ്ധ സാഹചര്യത്തിന് മുമ്പുണ്ടായിരുന്ന സ്ഥിതിയിലേക്ക് സിലിണ്ടറിന്റെ നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞത് കഴിഞ്ഞ ദിവസമായിരുന്നു. അത് വാണിജ്യ സിലിണ്ടറിന് മാത്രമാണ്. അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന്റെ ബുക്കിംഗ് നിയന്ത്രണം ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല. അത് ഒഴിവാക്കും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഇപ്പോഴും ഒഴിവാക്കിയതായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടില്ല. നിലവിൽ നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവുമാണ് ബുക്കിംഗ് ഇടവേള. അപ്പൊ ഈ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട അറിയിപ്പ്. അതുപോലെ PNG കണക്ഷൻ ഉള്ളവർക്ക് LPG കണക്ഷൻ ഒഴിയാനുള്ള സമയം ജൂൺ 30 ആയിരുന്നു. അപ്പൊ ഇനിയും ആരെങ്കിലും അങ്ങനെ ഒഴിയാത്ത ആളുകളുണ്ട് എങ്കിൽ, അതായത് പൈപ്പ് ലൈൻ കണക്ഷൻ നിങ്ങളുടെ വീട്ടിൽ എടുത്തിട്ടുണ്ട് എങ്കിൽ, LPG കണക്ഷൻ ക്യാൻസൽ ആക്കാതെ ഇരിക്കുന്നുണ്ട് എങ്കിൽ അത് ഉടനെ ക്യാൻസൽ ആക്കണം. ഇല്ല എങ്കിൽ ഫൈന് വരുന്നതാണ് എന്നുള്ളതും ഓർക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീടിനടുത്ത് കൂടെ പൈപ്പ് ലൈൻ ഗ്യാസ് കണക്ഷൻ ലഭ്യമാണ് എങ്കിൽ അതിലേക്ക് മാറുകയും വേണമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സംസ്ഥാനത്തെ ഗ്യാസ്. അപ്പോൾ ഇതാണ് ഈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാസ് സിലിണ്ടറുകൾ അറിയിപ്പുള്ളത്. KYC ചെയ്യാത്ത ഉജ്ജ്വൽ യോജന കണക്ഷൻ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും KYC ഉടനെ ചെയ്യണം. എല്ലാവർക്കും KYC ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഉജ്ജ്വൽ യോജന കണക്ഷൻ ഉള്ളവർക്ക് സബ്സിഡി മുടങ്ങാതിരിക്കാൻ അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. എല്ലാ വർഷവും അവർ KYC ചെയ്യേണ്ടതാണ്. സിലിണ്ടറിന് 5 കിലോമീറ്റർ ചുറ്റളവിൽ ഡെലിവറി ചാർജ് ഇല്ല. അതിനുശേഷമാണ് ഓരോ 5 കിലോമീറ്ററിനും വെച്ച് 10 രൂപ, 20 രൂപ, 30 രൂപ, 35 രൂപ, ഇങ്ങനെ 45 രൂപ, 60 രൂപ വരെ ആകുന്നത്. അല്ലാതെ ഒരു ഡെലിവറി ചാർജ് 5 കിലോമീറ്റർ ചുറ്റളവിൽ ഡെലിവറി ചാർജ് നൽകേണ്ടതില്ല. പല ആളുകളും 100 രൂപക്കൊക്കെ മുകളിൽ ഡെലിവറി ചാർജ് നൽകുന്ന സാഹചര്യം ഉണ്ട്. അത് കരിഞ്ചന്തയിൽ ഗ്യാസ് വാങ്ങുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ബുക്ക് ചെയ്യാതെ കിട്ടുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ മുമ്പ് ആ ഒരു സാഹചര്യം അല്ലായിരുന്നു. എന്തായാലും നിങ്ങൾ കരിഞ്ചന്തയിൽ വാങ്ങാതെ തികച്ചും ബില്ല് ചോദിച്ച് വാങ്ങിക്കൊണ്ട് തന്നെ ഗ്യാസ് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.